നമസ്കാരം. എല്ലാ സൺഡേയിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് നമുക്ക് കടക്കാം. നിഫ്റ്റിയും അതല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള താരിഫ് ആണ് പ്രധാന ചർച്ചാ വിഷയം. കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കൊന്ന് കണ്ടുവരുമ്പോൾ കാണാൻ സാധിക്കും, നിഫ്റ്റി മൾട്ടിപ്പിൾ ടൈംസ് 24,500 മറികടക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ഒരു 4 തവണയിലേറെ ആ ഒരു റേഞ്ച് എത്തിയപ്പോൾ നിഫ്റ്റിക്ക് ശക്തമായിട്ടുള്ളൊരു സെൽ ഓഫ് കണ്ടു. ഇപ്പോൾ 24,500 നിഫ്റ്റിയുടെ സപ്പോർട്ട് സോണായിട്ട് നിൽക്കുന്നത്. പ്രധാനമായിട്ടും FISൻ്റെ ഭാഗത്തു നിന്നുള്ള സെല്ലിങ് തന്നെയാണ് കാരണം. FIS കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാ ദിവസവും സെല്ല് നടത്തിയെന്ന് മാത്രമല്ല, മാർച്ച് മുതൽ ഈ ഒരു കലണ്ടർ ഇയറിലെ മാർച്ച് മുതൽ ജൂൺ വരെ കണ്ടിന്യൂസ് 4 മാസം FIS ഇന്ത്യൻ മാർക്കറ്റിൽ ബയേഴ്സ് ആയിരുന്നു. എന്നാൽ ജൂലൈ മാസം കഴിഞ്ഞ മാസം മാത്രമാണ് 4 മാസങ്ങൾക്ക് ശേഷം FIS ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം 47,666 കോടി രൂപയുടെ സെല്ല് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നിഫ്റ്റിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റാത്തത്. കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ നിഫ്റ്റിയിൽ ഇടിവുണ്ടാക്കിയിട്ടുള്ള സ്റ്റോക്കുകൾ വീക്കിലി അടിസ്ഥാനത്തിൽ അദാനി എൻ്റർപ്രൈസസ്, IT കമ്പനിയായിട്ടുള്ള വിപ്രോ, കൊട്ടാക്ക്, ടാറ്റ മോട്ടേഴ്സ്, ടാറ്റ സ്റ്റീൽ തുടങ്ങിയ കമ്പനീസാണ്. ജിയോ ഫിനാൻസ്, HUL, ഏഷ്യൻ പെയിൻറ്റ് തുടങ്ങിയ കമ്പനീസ് നിഫ്റ്റി 50യിൽ നേട്ടം കൈവരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഭീകരമായ നേട്ടമല്ല, മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ തന്നെയാണ് പോകുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വെള്ളിയാഴ്ച US മാർക്കറ്റ് അതിഭീകരമായ രീതിയിൽ ഇടിവ് രേഖപ്പെടുത്തി. കൂടാതെ തന്നെ US വിക്സ് 14% ഒരു സ്പൈക്ക് ഉണ്ടായി കണ്ടുവരാം. US മാർക്കറ്റ് ഏറ്റവും താഴെ കാണാം US വിക്സ് 14.89, ഓൾമോസ്റ്റ് 15% സ്പൈക്ക് ഉണ്ടായി. US വിക്സ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് 18ലാണ്. നാസ്ഡാക്ക് 472 പോയിൻറ്റും ഡോയ് ആവട്ടെ 542 പോയിൻറ്റിൻ്റെയും വലിയൊരു ഇടിവ്. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റിൽ ഡാക്സ് മാർക്കറ്റ് കാണാം 2.66%, അഥവാ 639 പോയിൻറ്റ്. ജർമ്മനും UK മാർക്കറ്റുകളും അതിന് മുകളിലുള്ള എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും എല്ലാം തന്നെ ഇടിവിൽ തന്നെ വ്യാപാരം അവസാനിച്ച കഥകൾ നമ്മൾ കണ്ടു. നമ്മുടെ മാർക്കറ്റിന് ശേഷം US യൂറോപ്യൻ മാർക്കറ്റിലും വലിയൊരു ഇടിവുണ്ടാവാനായിട്ടുള്ള പ്രധാന കാരണം ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിച്ചേക്കാം എന്നുള്ള ഒരു അനലിസ്റ്റുമാരുടെ പ്രസ്താവനകളാണ്. ഒഫീഷ്യലി ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിച്ചിട്ടില്ല. ഈവൻ ഫെഡ് ചെയർമാൻ ജെറോം പവലിൻ്റെ സ്ഥാനം വരെ തെറിപ്പിക്കാനായിട്ടുള്ള പുറപ്പാടിലാണ് അവിടുത്തെ ട്രംപ്. അപ്പോൾ അതുകൊണ്ട് ഒഫീഷ്യലി അവരില്ലെങ്കിൽ കൂടിയും ഈ ഫെഡറൽ റിസർവിന് ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിക്കാതിരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാർക്കറ്റ് US മാർക്കറ്റ് വലിയ തോതിൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഇപ്പോൾ നിലനിന്ന് പോകുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ ഗ്ലോബൽ ഈവൻറ്റിൽ ഈ ഒരാഴ്ച ഇന്ത്യയുടെ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നത് ഓഗസ്റ്റ് 6 രാവിലെ 10 മണിക്കാണ്. ഓഗസ്റ്റ് 6 രാവിലെ 10 മണിക്ക് ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് അപ്ഡേറ്റ്സിൽ പ്രധാനമായിട്ട് US നിന്ന് ഈ ഒരാഴ്ച ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് മാത്രമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്ലോബൽ ഈവൻറ്റ്, IPO ഡീറ്റെയിൽസ്, റിസൾട്ട് കലണ്ടർ, അതെല്ലാം തന്നെ നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിൽ ഉണ്ട്. നിങ്ങൾക്കറിയാം, ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാ ആഴ്ചകളും നമ്മൾ ഗ്ലോബൽ ഈവൻറ്റുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ സെപ്പറേറ്റ് ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ അത് സെപ്പറേറ്റ് ഒരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ആയിട്ട് ഇന്ന് ഞാൻ ചെയ്യുന്നില്ല, സമയക്കുറവ് കാരണം ഇന്ന് ഞായറാഴ്ച ഇത് ചെയ്തതിന് ശേഷം ഇന്ന് നമുക്ക് ഓഫ്ലൈൻ ഓപ്ഷൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിലുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കാം. എങ്കിലും നമുക്ക് മറ്റുള്ള ഡീറ്റെയിൽസിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും സ്റ്റോക്കുകളുടെ വാർത്തകളാണ്, സ്റ്റോക്കിംഗ് ന്യൂസുകളാണ്. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല. മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകൾ ഞാൻ നിങ്ങളായിട്ട് കളക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിനിടെ ട്രംപ് വേറൊരു വെടി പൊടിച്ചിട്ടുണ്ട്. അബദ്ധമെന്ന് പറയേണ്ടതായിട്ടുണ്ട്. അതായത് ട്രംപ് പറയുന്നത് പാകിസ്ഥാൻ ഇന്ത്യക്ക് ഓയിൽ വിൽപ്പന നടത്തത്തക്ക വണ്ണം പാകിസ്ഥാൻ ഓയിലിൻ്റെ അവരുടെ ഓയിൽ ഖനനം, അതിൽ ഓയിൽ മാനുഫാക്ചർ വലിയ തോതിൽ ഉയരും, US സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ പാകിസ്ഥാൻ അവരുടെ ഓയിൽ റിസർവ് നിലവിലുള്ളത് 234 മുതൽ 353 മില്യൺ ബാരലാണ് ഉള്ളത്. ഇത് ഗ്ലോബൽ ഓയിൽ റിസർവ് ഡേറ്റാബേസ് അടിസ്ഥാനത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഡേറ്റയാണ്. ഇന്ത്യക്കാവട്ടെ അത് 4.2 മുതൽ 5 ബില്യൺ വരെ ഉണ്ട് നമ്മളുടെ ഓയിൽ റിസർവ്. കൂടാതെ തന്നെ ഇൻ്റർനാഷണലി നോക്കുകയാണെങ്കിൽ നമ്മളുടെ സ്ഥാനത്തിന് ബഹുദൂരം പിന്നിലാണ് പാകിസ്ഥാൻ്റെ സ്ഥാനം. അപ്പോൾ മെയ്ക്ക് ഇൻ അമേരിക്ക എന്നുള്ളത് ഒരു പരിധിവരെ നമുക്കത്
അവരുടെ രാജ്യത്തിന് വേണ്ടി ട്രംപ് ചെയ്യുന്ന ഇതായിട്ടുള്ള പല പല പ്രഖ്യാപനങ്ങളും പല പല താരിഫും എല്ലാം തന്നെ ഒരു രീതിയിൽ നമുക്ക് അതിനെ ജസ്റ്റിഫൈ ചെയ്യാമെങ്കിൽ കൂടിയും ഇതുപോലത്തെ മണ്ടത്തരം ഈയിടെയായി വളരെ കൂടുതൽ ട്രംപ് വിളിച്ചു പറയുന്നത് ഗ്ലോബൽ മാർക്കറ്റിന് ചെറിയ തോതിലെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ പതിയെ പതിയെ വന്ന് ഇനിയിപ്പോൾ ട്രംപ് എന്ത് പറഞ്ഞാലും അത് പ്രശ്നങ്ങളില്ലാതെ ഇരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പതിയെ പതിയെ പോകും. കാരണം അത്രക്കും ബ്ലണ്ടേഴ്സാണ് പല സമയത്തും പുള്ളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറ്. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് ABBയുടെ ന്യൂസ് വന്നു. നെറ്റ് പ്രോഫിറ്റ് 20% ഇടിഞ്ഞ് 352 കോടി രൂപയാണ് ഇത്തവണ കരസ്ഥമാക്കിയത്. ഫെഡറൽ ബാങ്ക് അവിടെ നെറ്റ് പ്രോഫിറ്റ് 15% ഇയർ ഓൺ ഇയർ ഇടിഞ്ഞ് 862 കോടി രൂപ കരസ്ഥമാക്കി. 1000 കോടി ഉണ്ടായിരുന്നു ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ തവണ. സർദ എനർജി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 434 കോടി രൂപയാണ് കരസ്ഥമാക്കിയത്. റവന്യൂ 76% ഉയർന്നു. നെറ്റ് പ്രോഫിറ്റും 199 നിന്നാണ് 434 കോടി രൂപ കരസ്ഥമാക്കിയത്. ഗുജറാത്ത് അംബുജ എക്സ്പോർട്ട് കമ്പനി 76 നിന്ന് 65 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. സിർക്ക പെയിൻറ് കമ്പനി 102 നിന്ന് 142 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. അഡ്വാൻസ് എൻസൈം കമ്പനി 34 നിന്ന് 39 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. LIC ഹൗസിംഗ് ഫിനാൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 4.4% ഉയർന്ന് 1364 കോടി രൂപ കരസ്ഥമാക്കി. ഇനി JR ഇൻഫ്ര കമ്പനി നെറ്റ് പ്രോഫിറ്റ് 57% ഉയർന്ന് 244 കോടി രൂപ കരസ്ഥമാക്കി. MCX മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് നെറ്റ് പ്രോഫിറ്റ് 15% ഉയർന്നു. ബോർഡ് 5:1 റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. നാരായണ ഹൃദയാലയ കമ്പനി ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് 2.3% ഇയർ ഓൺ ഇയർ ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 192 കോടി രൂപ 203 നിന്ന് പ്രോഫിറ്റ് കുറഞ്ഞു. ശക്തി പമ്പ് 92 നിന്ന് 98 പ്രോഫിറ്റ് ഉയർത്തി. PC ജ്വല്ലേഴ്സ് 156 നിന്ന് 162 പ്രോഫിറ്റ് ഉയർത്തി. JK ലക്ഷ്മി സിമെൻറ്റ് 56 നിന്ന് 150 പ്രോഫിറ്റ് ഉയർന്നു. ITC നെറ്റ് പ്രോഫിറ്റ് 4912 കോടി രൂപ ഓൾമോസ്റ്റ് ഫ്ലാറ്റായി. വീനസ് റെമഡീസ് 1 കോടി രൂപയിൽ നിന്ന് 9 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. രാമകൃഷ്ണ ഫോർജിൻ കമ്പനി 54 നിന്ന് 11 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. ഡൽഹി വെറി കമ്പനി രാമകൃഷ്ണ കമ്പനി 54 നിന്ന് 11 കോടി രൂപയ്ക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു, ശരിയാണ്. ഡൽഹി വെറി കമ്പനി 54 നിന്ന് 91 പ്രോഫിറ്റ് ഉയർത്തി. ടാറ്റ പവർ നെറ്റ് പ്രോഫിറ്റ് 9% ഉയർന്ന് 1060 കോടി രൂപ. റവന്യൂ 4% ഉയർന്നു. ഹണിവെൽ ഓട്ടോമേഷൻ 136 നിന്ന് 124 പ്രോഫിറ്റ് ഉയർത്തി. സഫാരി കമ്പനി 44 നിന്ന് 50 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അടുത്ത ആഴ്ചയിലെ ഗ്ലോബൽ ഈവൻറ്റ്, IPO, ഡിവിഡൻഡ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ട്രേഡബിൾ ടാബിലുണ്ട്. ഫസ്റ്റ് കമൻറ്റിലുണ്ട് ട്രേഡബിൾ ടാബിൻ്റെ ലിങ്ക്. ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ചാനലും ട്രേഡബിൾ എല്ലാം തന്നെ എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. ഒരുപാട് ആളുകൾ ന്യൂസ് അറിയാതെ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു ഉപകാരം ഉണ്ടാവുന്ന രീതിയിൽ നമ്മൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് സ്റ്റോക്കുകളുടെ വാർത്തകൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം. താങ്ക് യു.